കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ വയം നുമാം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം ഭഗവാന്റെ ബാലലീലകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തില് 7-ാമത്തെ അധ്യായമാണ്. 6-ാമത്തെ അധ്യായത്തിൽ പൂതന വധം പഠിച്ചു. 7-ാമത്തതില് കഴിഞ്ഞ ക്ലാസ്സിൽ ശകടാസുര വധം പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തൃണാവർത്ത വധമാണ്. ശകടാസുരനെ ഭഗവാൻ വധിച്ചപ്പോൾ അടുത്തത് കംസൻ അയച്ചത് തൃണാവർത്തനെയാണ്. അപ്പൊ ആ തൃണാവർത്തനെയും ഭഗവാൻ വധിക്കുന്നു. പിന്നെ ഭഗവാൻ ഒരു ദിവസം കോട്ടുവായിട്ടപ്പോൾ ഭഗവാന്റെ വായിൽ യശോദ വിശ്വരൂപ ദർശനം കാണുന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ ഭാഗവത പഠനം തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ സപ്തമോധ്യായഃ. ശ്ലോകം 18. ഏകദാ ആരോഹമാരൂഢം ലാളയന്തി സുദംസതി ഗരിമാണം ശിശോർവോടും നസേഹേ ഗിരികൂടവത്. പദച്ഛേദം. ഏകദാ ആരോഹം ആരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിശോഹോ വോഢും ന സേഹേ ഗിരികൂടവത്. ഇനി അന്വയാർത്ഥം നോക്കാം. ഏകദ ഒരിക്കൽ, ആരോഹം മടിയിൽ, ആരൂഢം കയറിയിരിക്കുന്ന, സുതം പുത്രനെ, യശോദയുടെ മടിയിൽ ഒരു ദിവസം ആ ഭഗവാൻ കയറിയിരിക്കുകയാണ്. കയറിയിരിക്കുന്ന പുത്രനെ ലാളയന്തി, മടിയിൽ കയറിയിരുന്നപ്പോൾ കൊച്ചു കുഞ്ഞാണ്, അമ്മ ലാളിക്കുകയാണ്. ലാളിക്കുന്നവളായ സതി, ആ പതിവ്രത യശോദ, ശിശോഹോ കുട്ടിയുടെ, ഗിരികൂടവ പർവ്വത ശിഖരം പോലെയുള്ള ഗരിമാണം, കനത്തെ. അപ്പൊ കുഞ്ഞുകുട്ടിയാണ്, 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം യശോദ എടുത്തപ്പോ ഭയങ്കര കനം, കുഞ്ഞിന് ഭയങ്കര കനം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കനം വന്നത്? ഓടും, അത് വഹിക്കാനായിക്കൊണ്ട് ഞാൻ സഹിച്ചില്ല. അപ്പോ യശോദയ്ക്ക് ആ കുഞ്ഞിന്റെ ഭാരം എടുക്കാൻ പറ്റിയില്ല. അപ്പോ ഭഗവാൻ അടുത്ത തൃണാവർത്തൻ വരാൻ പോവുകയാണ്. ആ സമയം ഭഗവാനെ മായാരൂപം കൊണ്ട് തൃണാവർത്തൻ കൊണ്ടുപോകും. പക്ഷെ ഭഗവാനൊന്നും സംഭവിക്കൂല. അമ്മയെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ഭാരം അങ്ങ് കൂട്ടി. അപ്പൊ യശോദന്റെയും ഒരിടത്ത് കിടത്തും. അത് ഭഗവാന്റെ അതും ഒരു ലീലയാണ്. ശ്ലോകം 18. ഏകദാരോഹമാരൂഢം ലാളയന്തി സുദംസതി ഗരിമാണം ശിശോർവോടും നസേഹേ ഗിരികൂടവത്. ശ്ലോകം 19. ഭൂമൗ നിധായ തം ഗോപി വിസ്മിതാ ഭാരപീഡിത മഹാപുരുഷം ആദധ്യൗ ജഗദാം ആസകർമ്മസു. പദച്ഛേദം. ഭൂമൗ നിധായ തം ഗോപി വിസ്മിത ഭാരപീഡിത മഹാപുരുഷം ആദധ്യൗ ജഗദാം ആസ കർമ്മസു. തം അവനെ, ഭാരപീഡിത ഭാരത്താൽ പീഡിതയായി. അതായത് പെട്ടെന്ന് കുട്ടിക്ക് ഭാരം വർദ്ധിക്കുന്നു. യശോദ കയ്യിലെടുത്ത് ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഭാരം വർദ്ധിക്കുന്നു. അപ്പൊ വിസ്മിത, അപ്പൊ യശോദ എന്ത് ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ണിക്കണ്ണന് ഈ ഭാരം വർദ്ധിച്ചത്? ഗോപി യശോദ എന്ത് ചെയ്തു? ഭൂമൗ ഭൂമിയിൽ, നിധായ ഭൂമിയിൽ വച്ചു, എന്ന് വെച്ചാൽ തറയിൽ കിടത്തി, ജഗതാം ലോകങ്ങളുടെ മഹാപുരുഷം ആ മഹാപുരുഷനെ ആദധ്യൗ ധ്യാനിച്ചു. ലോകങ്ങളുടെ നാഥനായ മഹാപുരുഷനെ ധ്യാനിച്ചു, നാരായണനെ ധ്യാനിച്ചു. ഇത്
നാരായണനെന്ന് യശോദയ്ക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ലോകത്തെ രക്ഷിക്കുന്ന വിശ്വനായകനായ ആ ഭഗവാനെ യശോദ ധ്യാനിച്ചു. കർമ്മങ്ങളിൽ ആസാസ്തുതി ചെയ്തു. അപ്പൊ യശോദ എന്താണോ ഈശ്വര എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഭാരം കൂടിയത് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലുള്ള ഓരോ ജോലികളിൽ ഏർപ്പെട്ടു. കുഞ്ഞിനെ താഴെ കിടത്തുകയും ചെയ്തു. ശ്ലോകം 19. ഓമൗ നിധായ തം ഗോപി വിസ്മിതാഭാര പീഡിത മഹാപുരുഷമാദധ്യോ ജഗദാമാസ കർമ്മസോ. ഇനി ശ്ലോകം 20ഉം 21ഉം കൂടെ ഒന്നിച്ച് വായിക്കാം. ദൈത്യോ നാമ്ന തൃണാവർത്ത കംസപ്രത്യപ്രണോദിത ചക്രവാത സ്വരൂപേണ ജഹാരാസീനമർഭകം. 21. ഗോകുലം സർവമാവൃണ്വൻ മുഷ്ണം ചക്ഷൂഷി രേണുഭിഃ ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിശോ ദിശഃ. പദച്ഛേദം. ദൈത്യഃ നാമ്ന തൃണാവർത്തഃ കംസഭൃത്യഃ പ്രണോദിതഃ ചക്രവാതസ്വരൂപേണ ജഹാര ആസീനം അർഭകം. 21. ഗോകുലം സർവമാവൃണ്വൻ മുഷ്ണൻ ചക്ഷൂംഷി രേണുഭിഃ ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിദിശഃ ദിശഃ. തൃണാവർത്ത നാമ്ന പേരുകൊണ്ട് തൃണാവർത്തൻ ആയും കംസപ്രത്യഹ കംസന്റെ പ്രത്യനായും പ്രണോദിത പ്രേരിപ്പിക്കപ്പെട്ടവനായി, അതായത് കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി, ഈ ഗോകുലത്തിൽ ജനിച്ചിരിക്കുന്ന എന്റെ അന്തകനാണ്, നീ അവനെ ചെന്ന് കൊല്ലുക. പൂതനെയും ശകടാസുരനെയും വധിച്ചപ്പോൾ ഇത് തന്നെയാണ് തന്റെ അന്തകനെന്ന് കംസൻ നിശ്ചയിച്ചുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ ചെന്ന് അവനെ കൊല്ലണം. അങ്ങനെ കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ട ദൈത്യകാസുരൻ ചക്രവാത രൂപേണ, എങ്ങനെയാണ് അവിടെ ചെന്നത്? ചുഴലിക്കാറ്റിന്റെ സ്വരൂപം കൊണ്ട്. അപ്പോ ഈ തൃണാവർത്തൻ ചുഴലിക്കാറ്റിന്റെ സ്വരൂപം കൊണ്ട് സർവം ഗോകുലത്തെ മുഴുവനും ആവരണം ചെയ്തുകൊണ്ട് ഭയങ്കരമായ ചുഴലിക്കാറ്റടിച്ചു. അപ്പൊ ഗോകുലം മുഴുവൻ പൊടി കൊണ്ട് നിറഞ്ഞു. രേണുഭിഹി പൊടികൾ കൊണ്ട്, ചക്ഷൂംഷി കണ്ണുകളെ മുഷ്ണൻ കാണാൻ കഴിയാത്തതാക്കി. അപ്പൊ പൊടി ആകെയല്ല, ചുഴലിക്കാറ്റ് പൊടി അടിച്ചു കൂട്ടിയപ്പോ ഒന്നും കാണാൻ പറ്റാതെ ആളുകൾക്ക്. പ്രതിദിശക 4 ദിക്കുകളെയും, ദിശക മറ്റ് ദിക്കുകളെയും, സുമഹാഘോര ശബ്ദേന ഏറ്റവും ഭയങ്കര ശബ്ദം കൊണ്ട്, ഗീരയൻ ശബ്ദിച്ചുകൊണ്ട്, ആസീനം ഇരിക്കുന്ന, അർഭകം കുട്ടിയെ ജഹാര അപഹരിച്ചു. അപ്പൊ വലിയൊരു ചുഴലിക്കാറ്റായി എല്ലായിടത്തും പൊടി പറത്തി ആളുകൾക്ക് പരസ്പരം കാണാൻ പറ്റാതെ ആക്കിയിട്ട് എന്ത് ചെയ്തു? ഈ തറയിൽ കിടന്ന കുഞ്ഞിനെ എടുത്തു അപഹരിച്ച് അവിടുന്ന് കൊണ്ട് പോവുകയാണ് തൃണാവർത്തൻ ചെയ്തത്. ശ്ലോകം 20-21 ഒന്നുകൂടെ. ദൈത്യോ നാമ്ന തൃണാവർത്ത കംസഭൃത്യ പ്രണോദിത ചക്രവാത സ്വരൂപേണ ജഹാരാസീനമർഭകം ഗോകുലം സർവമാവൃണ്വൻ മുഷ്ണം ചക്ഷൂംഷി രേണുഭിഃ ഗീരയൻ സുമഹാഘോര ശബ്ദേന പ്രതിദിശോ ദിശഃ. ശ്ലോകം 22. മുഹൂർത്തം അഭവത് ഗോഷ്ടം രജസാ തമസാവൃതം സുതം യശോദ നാപശ്യത് തസ്മിൻ നസ്തവതീയതഃ. പദച്ഛേദം. മുഹൂർത്തം അഭവത് ഗോഷ്ടം രജസാ തമസാ ആവൃതം സുതം യശോദ ന അപശ്യത് തസ്മിൻ നസ്തവതി യതഃ. ഗോഷ്ട ഗോകുലം, മുഹൂർത്തം അല്പസമയം, രജസ പൊടി കൊണ്ടും തമസ ഇരുട്ടുകൊണ്ടും ആവൃതം മൂടിപ്പോയി. ആ തൃണാവർത്തൻ ചുഴലിക്കാറ്റായി വന്ന് പൊടികളെയൊക്കെ അടിച്ചു പറത്തിയപ്പോൾ അല്പസമയത്ത് അവിടെ പൊടിയും കൊണ്ട് അവിടെ ഇരുട്ടായി. ഭവിച്ചു. യതഃ ഏതു ദിക്കിൽ യശോദ സുതം യശോദ പുത്രനെ നസ്തവതി വെച്ചുപോ തസ്മിൻ ആ സ്ഥാനത്ത് നാപശ്യത് കണ്ടില്ല. ഉടനെ തൃണാവർത്തൻ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അപഹരിച്ചുകൊണ്ട് മുകളിലേക്ക് പൊങ്ങിപ്പോയി.
യശോദ കിടത്തിയ സ്ഥാനത്ത് കുഞ്ഞിനെ കാണാനില്ല. ശ്ലോകം 22. മുഹൂർത്തമഭവത് ഗോഷ്ടം രജസാ തമസാവൃതം സുതം യശോദാനാപശ്യത് തസ്മിന്നസ്തവദീയതഃ. ശ്ലോകം 23. നാപശ്യത് കഞ്ചനാത്മാനം പരം ചാപി വിമോഹിതഃ തൃണാവർത്തൻ സൃഷ്ടാപി ശർക്കരാഭിർ ഉപദ്രുതഃ. പദച്ഛേദം. ന അപശ്യത് കശ്ചന ആത്മാനം പരം ച അപി വിമോഹിതഃ തൃണാവർത്തഃ നിസൃഷ്ടാഭിഃ ശർക്കരാഭിഃ ഉപദ്രുതഃ. തൃണാവർത്ത നിസൃഷ്ടാഭിഃ. തൃണാവർത്തൻ ബലമായി എറിയപ്പെട്ട, അതായത് ചുഴലിക്കാറ്റായപ്പോൾ ഈ പൊടി മാത്രമല്ല കല്ലുകളും കൂടെ, കുറെ കല്ലുകള്, ഒരുവിധമുള്ള കല്ലുകളെല്ലാം ചുഴലിക്കാറ്റിൽ പറന്നു പൊങ്ങി. വലിയ ചുഴലിക്കാറ്റ് വന്ന പാറകൾ വരെ പൊക്കിയെടുത്തോണ്ട് പോകും. അപ്പൊ അങ്ങനെ കല്ലുകള്, പാറക്കല്ലുകള്, കഷ്ണങ്ങളെല്ലാം പൊങ്ങി. ഉപദ്രവിക്കപ്പെട്ട കശ്ചനാഭി, ഒരുത്തനും വിമോഹിത, ഏറ്റവും മോഹിപ്പിക്കപ്പെട്ടവനായി ആത്മാനം, തന്നെയും പരം അന്യനെയും നാപശ്യത്, കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പൊടിയും കല്ലുകളും എല്ലാം കൊണ്ട് എല്ലാവരും അങ്ങ് ഉപദ്രവം ആയി. എന്താണെന്ന് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് പരസ്പരം ആരെയും കാണാൻ സാധിച്ചില്ല. ശ്ലോകം 23. നാപശ്യത് കശ്ചനാത്മാനം പരം ചാപി വിമോഹിതഃ തൃണാവർത്തന സൃഷ്ടാപി ശർക്കരാഭിരുപദ്രുതഃ. ശ്ലോകം 24. ഇതി കരപവന ചക്രപാംസു വർഷേ സുതപദവീമബല വിലക്ഷ്യമാത അതികരുണമനുസ്മരന്ത്യശോചത് ഭുവിപതിതാമൃതവത്സകായതാ ഗൗ. ഇതി ഖരപവന ചക്രപാംസു വർഷേ സുത പദവീം അബലാ അവിലക്ഷ്യ മാതാ അതികരുണം അനുസ്മരന്തി അശോചത് ഭുവി പതിത മൃതവത്സക യഥാ ഗൗഹു. ഇത് ഇപ്രകാരം ഖരപവന ചക്രപാംസു വർഷേ, കഠിനമായ ചുഴലിക്കാറ്റിൽ നിന്ന് പൊടി ധാരാളം വീണപ്പോൾ സുതപദവിയും, പുത്രന്റെ മാർഗത്തെ അവിലക്ഷ്യ, കാണാതായിട്ട്. അപ്പൊ കുട്ടി എവിടെയാണെന്ന് കാണാൻ പറ്റിയില്ല. അബല, അസമർത്ഥയായ മാതാ, അമ്മ യശോദ അനുസ്മരന്തി, ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതികരുണം, ഏറ്റവും കരുണയോട് ദൈന്യത്തോടുകൂടി അശോച, ദുഃഖിച്ചു. അപ്പൊ കുഞ്ഞിനെ കിടത്തിയെടുത്ത് കണ്ടില്ല, ഈ പൊടി കാരണം ഒരിടത്തും കാണാൻ പറ്റിയില്ല. അപ്പൊ യശോദ അമ്മയല്ലേ, ഏതമ്മയായാലും അങ്ങനെ തന്നെ അല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. മൃതവത്സകം, കുട്ടി ചത്തുപോയ ഗൗ യഥ, പശുവിനെ പോലെ ഭുവി, ഭൂമിയിൽ പതിതാ വീണു. അപ്പോ പശു പ്രസവിച്ചു കുട്ടി അങ്ങ് ചത്തുപോയാലാ പശു അങ്ങ് ഭൂമിയിൽ വീഴുന്നത് പോലെ യശോദയും എന്ത് ചെയ്തു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സഹിക്കാൻ വയ്യാതെ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. ശ്ലോകം 24. ഇതി ഹരപവന ചക്രപാംസു വർഷേ സുതപദവീമബല വിലക്ഷ്യമാതാ അതികരുണമനുസ്മരന്ത്യശോചത് ഭുവിപതിതാമൃതവത്സകായതാ ഗൗഹു. ശ്ലോകം 25. രുദിതം അനുനിശമ്യ തത്ര ഗോപ്യോ വൃഷമനുതപ്തധിയോ ശ്രുപൂർണമുഖ്യ രുരുദുർ അനുപലഭ്യ നന്ദസൂനും പവന ഉപാരതപാംസു വർഷവേഗേ. രുദിതം അനുനിശമ്യ തത്ര ഗോപ്യഃ വൃഷം അനുതപ്ത ധിയഃ അശ്രുപൂർണമുഖ്യഃ രുരുദുഃ അനുപലഭ്യ നന്ദസൂനു പവന ഉപാരത പാംസു വർഷ വേഗേ. പവനെ, വായു, ഉപാരത പാംസു വർഷവേഗേ, കുറെ ചുഴലിക്കാറ്റടിച്ചിട്ട് പിന്നെ ആ പൊടികളെല്ലാം നിന്നു. അപ്പൊ അങ്ങനെ ശമിച്ചതായ ആ പൊടികളോടുകൂടിയ ആ സമയത്തിൽ, ഇപ്പൊ വായു കുറെ ഭയങ്കര ചുഴലിക്കാറ്റടിച്ചിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ ശാന്തമാവുമല്ലോ, അതുപോലെ കാറ്റങ്ങ് ശാന്തമായപ്പോൾ ആ പൊടിപടലൊക്കെ മാറിയ സമയത്ത് തത്ര അവിടെ രുദിതം കരച്ചിൽ
നിശമ്യ ക്രമേണ കേട്ടു. അപ്പോൾ ഉണ്ട് കുട്ടിയുടെ കരച്ചിൽ അവിടെ കേൾക്കുന്നു. ഗോപ്യ ഗോപികൾ നന്ദസൂനും ആ നന്ദപുത്രനെ ഉപലഭ്യ കാണാതെ പൃഷ ഏറ്റവും അനുതപ്തധിയ ദുഃഖിച്ച മനസ്സോടുകൂടി അശ്രുപൂർണ മുഖ്യ മുഖത്തിൽ കണ്ണുനീരോട് കൂടിയവരായിട്ട് രുരുദുഹു രോദിച്ചു. അപ്പം യശോദ മാത്രമല്ല കരഞ്ഞത്, ഗോപസ്ത്രീകൾക്കും കണ്ണൻ പ്രിയനാണ്. അപ്പോൾ കണ്ണനെ കാണാതെ വന്നപ്പോൾ ഗോപസ്ത്രീകളും അത്യധികം ദുഃഖിച്ച് അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുകയാണ്. ശ്ലോകം 25. രുദിതമനു നിശമ്യ തത്ര ഗോപ്യോ വൃഷമനുതപ്തധിയോ ശ്രുപൂർണ മുഖ്യ രുരുദുർനുപലഭ്യ ദന്തസൂനും പവന ഉപാരതപാംസു വർഷവേഗേ. ശ്ലോകം 26. തൃണാവർത്ത ശാന്തരയോ വാത്യാരൂപധരോഹരൻ കൃഷ്ണം നഭോഗതോ ഗന്ധും നാശക്നോത് ഭൂരിഭാരഭൃത്. തൃണാവർത്ത ശാന്തരയഃ വാത്യാരൂപധരഃ ഹരൻ കൃഷ്ണം നഭോഗതഃ നഭഃ ഗതഃ അതാണ് നഭോഗതോ നഭഃ ഗതഃ ഗന്ധും ന അശക്നോത് ഭൂരി ഭാര ഭൃത്. തൃണാവർത്തൻ വാത്യാരൂപധരക അതായത് ചുഴലി കൊടുങ്കാറ്റായി കൃഷ്ണനെ ഹരൻ അപകരിച്ച് ശാന്തരയ ശമിച്ച വേഗത്തോടു ആദ്യം ഭയങ്കരമായിട്ട് വന്ന് കൃഷ്ണനെ അപകരിച്ചു കൊണ്ടുപോയി, പിന്നെ അതാ ശാന്തമായി വരികയാണ്. ഭൂരിഭാരകം ഏറ്റവും ഭാരത്തെ വഹിച്ചവനായി, അതായത് ഭഗവാൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ തന്റെ ഭാരം അങ്ങ് കൂട്ടിക്കൊടുത്തു. ഭഗവാന് എല്ലാ സിദ്ധികളും ഉണ്ടല്ലോ, അണിമ ഗരിമ മഹിമയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഗരിമ ഭാരം കൂട്ടി, ലഘിമ എന്ന് പറഞ്ഞ ഭാരം കുറയ്ക്കുക, അണിമ ഭാരം കൂട്ടുക. ഭഗവാൻ ആ സിദ്ധി പ്രയോഗിച്ചു, ഭാരം അങ്ങ് കൂട്ടി. ഭൂരിഭാരകൃത് ഏറ്റവും ഭാരത്തെ വഹിച്ച് ഗന്ധം ഗമിക്കാനായിക്കൊണ്ട് നാശക്നോ ശക്തനായില്ല. അപ്പോ തൃണാവർത്തൻ ഭഗവാനെയും കൊണ്ട് പിന്നെ പൊങ്ങാന്ന് വിചാരിച്ചപ്പോ എന്ത് ചെയ്തു, ഭഗവാൻ ശരീരത്തിന്റെ ഭാരം അങ്ങ് കൂട്ടി. പിന്നെ തൃണാവർത്തന് ഭഗവാനെയും കൊണ്ട് പിന്നെ നടക്കാൻ സാധിച്ചില്ല. തൃണാവർത്ത ശാന്തരയോ പാത്യാരൂപതരോഹരൻ കൃഷ്ണം നഭോഗതോ ഗന്ധും നാശക്നോത്ഭൂരിഭാരഭൃ. ശ്ലോകം 27. തമ്മശ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയാ ഗളേ ഗൃഹീത ഉത്സൃഷ്ടം നാശക്നോത് അദ്ഭുതാർഭകം. തം അശ്മാനം മന്യമാന ആത്മനഃ ഗുരുമത്തയാ ഗളേ ഗൃഹീത ഉത്സൃഷ്ടം ന അശക്നോത് അദ്ഭുത അർഭകം. ഗുരുമത്തയ ഏറ്റവും ഭാരമുള്ളതുകൊണ്ട് തം അവനെ അശ്മാനം കല്ലാണെന്ന് മന്യമാന വിചാരിച്ചു. അപ്പൊ ഇത്രയും ഭാരമാണെങ്കിൽ എന്താണ്, വലിയ പാറ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച ആത്മനഹ തന്റെ ഗളെ കഴുത്തിൽ ഗ്രഹിക്കുന്നവനായി ഉടനെ തന്നെ ആരോ തന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അത്ഭുതാർഭകം ആരാണ് പിടിച്ചത്? ആ അത്ഭുത കുട്ടി. ഉത്സൃഷ്ടം ഉപേക്ഷിക്കാനായിക്കൊണ്ട് നാശക്നോ ശക്തനായില്ല. അപ്പം ഭഗവാനെ എടുത്തുകൊണ്ടുപോയപ്പം ഭാരം കൂടി, മാത്രമല്ല എന്ത് ചെയ്തു, കഴുത്തിൽ അങ്ങ് ചുറ്റിപ്പിടിക്കുകയാണ്. അപ്പോ തൃണാവർത്തൻ വിടിവിക്കാൻ നോക്കിയിട്ട് നാശക്നോ തൃണാവർത്തന് കഴിഞ്ഞില്ല. ആ ഭഗവാന്റെ ആ അഷ്ടസിദ്ധികൾ വല്ലതും തൃണാവർത്തൻ അറിയൂ? തൃണാവർത്തൻ എന്താണ് വിചാരിച്ചത്, ഇതൊരു കൊച്ചുകുട്ടി, ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയാതെയാണ് തൃണാവർത്തൻ ഇത് പ്രവർത്തിച്ചത്. കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞ് പിടിച്ചെടുത്തോണ്ട് പോയപ്പോൾ ഭഗവാൻ ഭാരം കൂട്ടി, മാത്രമല്ല എന്ത് ചെയ്തു, അവന്റെ കഴുത്തിനെ പിടിച്ച് മുറുക്കി. ശ്ലോകം 27. തമ്മശ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയ ഗളേ ഗൃഹീത ഉത്സൃഷ്ടം നാശക്നോ അദ്ഭുതാർഭകം. ശ്ലോകം 28. ഗളഗ്രഹണ നിശ്ചേഷ്ടോ ദൈത്യോ നിർഗതലോചന അവ്യക്തരാവോ നപദ സഹബാലോ വ്യസുർവ്രജേ. ഗളഗ്രഹണ നിശ്ചേഷ്ട ദൈത്യ
നിർഗതലോചന അവ്യക്ത രാവ നപദത് സ ബാലഃ വ്യസുഹു വ്രജേ. ഗളഗ്രഹണ നിശ്ചേഷ്ട. കഴുത്തിൽ പിടിച്ചതുകൊണ്ട് തന്നെ അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തൃണാവർത്തന്റെ കഴുത്തില് മുറുക്കി പിടിച്ചിട്ട് അവന് ശ്വാസം വിടാൻ പോലും പറ്റിയില്ല. ദൈത്യൻ അസുരൻ നിർഗതലോചന, ശ്വാസം വിടാൻ പറ്റാതെ എന്ത് ചെയ്തു? കണ്ണ് പുറത്തേക്ക് തള്ളി. അവ്യക്തരാവക, വ്യക്തമില്ലാത്ത ശബ്ദത്തോടുകൂടി. കഴുത്തി പിടിച്ചാൽ പിന്നെ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റുമോ? അപ്പോ എന്തോ ശബ്ദം വരുന്നു, പക്ഷെ ഒന്നും നേരെ തെളിയുന്നില്ല. യശു മൃതനായിട്ട് അവന്റെ ജീവനും അങ്ങ് പോയി. സഹബാല കുട്ടിയോടുകൂടി വ്രജത്തിൽ പതിച്ചു. അപ്പോ കഴുത്തിൽ മുറുകെ പിടിച്ചപ്പോൾ അവന് ശ്വാസം വിടാനോ എതിർക്കാനോ ഒന്നും സാധിച്ചില്ല. അവന്റെ പ്രാണൻ അങ്ങ് പോയി. അവനിതാ കുട്ടിയോടുകൂടി ഭൂമിയില് വന്നു വീണു. ഗളഗ്രഹണ നിശ്ചേഷ്ടോ ദൈത്യോ നിർഗതലോചന അവ്യക്തരാവോ നപദ സഹബാലോ വ്യസുർവൃജേ. ശ്ലോകം 29. തം അന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവ അവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയോ രുദത്യോ ദദൃശു സമേതാഃ. തം അന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവ അവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയഃ രുദത്യഃ ദദൃശുഃ സമേതാഃ. അന്തരീക്ഷത്തിൽ നിന്ന് ശിലായ കല്ലിന്മേൽ പതിതം വീണവനും കരാളം ഭയങ്കരനും വിശീർണ സർവാവയവം പൊടിഞ്ഞുപോയ സകല അവയവത്തോടു കൂടിയവനും ആയ തം അവനെ രുദ്രശരേണ പരമേശ്വര ശരത്താൽ വിദ്ധം മുറിക്കപ്പെട്ട പുരം യഥാ പുരം എന്ന പോലെ സമേത വന്നുകൂടിയവരും രുദത്യ കരയുന്നവരുമായ സ്ത്രീകൾ ദദൃശു കണ്ടു. അപ്പോ അവൻ അന്തരീക്ഷത്തിൽ നിന്ന് കല്ലിൽ വരെ ഒരു പാറപ്പുറത്താണ് വന്ന് വീഴുന്നത്. ഭയങ്കരനായ പൊടിഞ്ഞുപോയ അവയവം. ആ തൃണാവർത്തൻ വലിയ അസുരനാണ്. പാറപ്പുറത്ത് വന്നപ്പോൾ അവന്റെ ശരീരം എല്ലാം പൊടിഞ്ഞുപോയി. അവനെ രുദ്രശരേണ പരമശിവനാൽ വിദ്ധ മുറിക്കപ്പെട്ട പുരം യഥാ പുരം എന്ന പോലെ. അതായത് ത്രിപുരന്മാരുടെ പുരത്തെ പരമശിവൻ എങ്ങനെയാണോ അമ്പെയ്ത് വീഴ്ത്തിയത്. അപ്പൊ ത്രിപുരന്മാര് 3 അസുരന്മാരാണ്. അവർ 3 വിമാനങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കും. അവർ ഒരേ രേഖയിൽ വരുമ്പോൾ മാത്രമേ അവരെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വിമാനങ്ങൾ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ഒരേ രേഖയിൽ വരുമ്പോൾ അവർക്ക് കൊല്ലാം. അങ്ങനെ ഒരേ രേഖയിൽ വന്നപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? ബാണം ചെയ്ത് ആ പുരത്തെ നശിപ്പിച്ചു. ആ അസുരന്മാരെ നശിപ്പിച്ചു. അങ്ങനെ ആ ത്രിപുരത്തെ പരമശിവൻ എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെയാണ് ഈ അസുരൻ വന്ന് വീണത്. അവന്റെ ദേഹത്തിന്റെ വലിപ്പം കാണിക്കാനാണ്. ആ ത്രിപുരങ്ങളെ പോലെ, 3 പുരങ്ങളെ പോലെ, 3 വലിയ വിമാനങ്ങളെ പോലെ തന്നെ അവന്റെ ശരീരവും വലുതായിരുന്നു. തമ്മന്തരിക്ഷാ പതിതം ശിലായ വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം ശ്രീയോരുദത്യോ ദദൃശു സമേതാഃ. ശ്ലോകം 30. പ്രാതായ മാത്രേ പ്രതിഹൃത്യ വിസ്മിതാഃ കൃഷ്ണം ച തസ്യോരസി ലംബമാനം തം സ്വസ്തിമന്തം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം ഗോപ്യശ്ച ഗോപാ കില നന്ദമുഖ്യ ലപ്താ പുനഃ പ്രാപുരതീവ മോദം. പ്രാതായ മാത്രേ പ്രതിഹൃത്യ വിസ്മിതാഃ കൃഷ്ണം ച തസ്യ ഉരസി ലംബമാനം തം സ്വസ്തിമന്തം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം ഗോപ്യഃ ച ഗോപാഃ കില നന്ദമുഖ്യാഃ ലപ്ത്വാ പുനഃ പ്രാപുഃ അതീവ മോദം. വിസ്മിത, അത്ഭുതപ്പെട്ടവർ. അപ്പോൾ ഗോപന്മാരും ഗോപികമാരും നോക്കി നിൽക്കുമ്പോഴാണ് ഇത് വലിയൊരു പർവ്വതം വീഴുമ്പോലെ ഒരാൾ വന്ന് വീഴുന്നു. തസ്യ അവന്റെ ഉരസ്യം, അവന്റെ മാറിടത്തിലോ ലംബമാൻ ആശ്രയിച്ചിരിക്കുന്ന കൃഷ്ണൻ.
കൃഷ്ണനെയും. അപ്പൊ അവന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുകയില്ല, അവൻ വന്ന് വീഴപ്പോ കൃഷ്ണൻ അവന്റെ നെഞ്ചിൽ തന്നെ ഇരുന്നു. അപ്പൊ അങ്ങനെ കൃഷ്ണനെയും പുരുഷാതനീതം രാക്ഷസനാൽ കൊണ്ടുപോകപ്പെട്ടവനും മൃത്യുമുഖാത് അന്തകന്റെ മുഖത്തിൽ നിന്ന്, മരണത്തിന്റെ മുഖത്തിൽ നിന്ന്, വിഹായസ ആകാശത്തിൽ കൂടി പ്രമുക്ത മോചിപ്പിക്കപ്പെട്ടവനുമായ അവനെ ഭഗവാനെ സ്വസ്തി മന്ത്രം സുഖമായിട്ടുള്ളവനായി കണ്ടിട്ട് പ്രാതായ പ്രകർഷണ എടുത്തിട്ട് മാത്രമേ മാതാവിനായിക്കൊണ്ട് പ്രതിഹൃത്യ തിരിച്ചു നൽകി. അപ്പോ ഓടിച്ചെന്ന് എടുത്തത് ആരാണ്? ഗോപികമാരാണ്. അമ്മമാര് സ്തംഭിച്ചവിടെ നിന്നു പോകും. നേരത്തെ ഇതുപോലെ തന്നെയല്ലോ പൂതനാമോക്ഷത്തിൽ ഇതുപോലെ തന്നെ പൂതനയുടെ ശരീരത്തിൽ നിന്ന ഭഗവാനെ കണ്ട് യശോദ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ട് അവിടെ നിന്നുപോയി. ഗോപികമാരാണ് ചെന്നെടുത്തത്. അതുപോലെ തന്നെ തൃണാവർത്തന്റെ ശരീരത്തിലിരുന്ന ആ ഭഗവാനെയും ഗോപികമാരാണ് വേഗം ചെന്ന് എടുത്തത്. ഗോപ്യ ഗോപികളും നന്ദമുഖ്യാകാം, നന്ദൻ മുതലായ ഗോപാഹ ഗോപന്മാരും പുനഃലബ്ധ്വ വീണ്ടും ലഭിച്ചിട്ട് അതീവമോദം ഏറ്റവും സന്തോഷത്തെ പ്രാപിച്ചു. അപ്പോ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അത്യാഘാതമായ ഒരു പ്രേമം അത് ഗോപികൾക്കാണ്. പിന്നെ സാഹസവും അവർ എവിടെ ഏതിലാണെങ്കിലും അവർ വേഗം ചെന്നെടുക്കും. പൂതനയുടെ വലിയ ശരീരമൊക്കെ കണ്ട് ആളുകൾ അന്താളിച്ച് നിന്നിട്ടും ഈ ഗോപികമാരെന്ത് ചെയ്ത് ഓടിച്ചെന്നെടുത്തു. അതുപോലെ ഒരു വലിയ ശരീരമാണ് ഇവിടെയും വന്ന് കിടന്നത്. ഗോപികമാര് ധൈര്യം സംഭരിച്ച് ചെന്നെടുത്തു. ശ്ലോകം 30. പ്രാതായ മാത്രേ പ്രതിഹൃത്യ വിസ്മിത കൃഷ്ണം ച തസ്യോരസിലംബമാനം തം സ്വസ്തി മന്ദം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം ഗോപ്യശ്ച ഗോപ കില നന്ദമുഖ്യ ലബ്ധ്വാ പുനഃപ്രാപരതീവമോദം. ശ്ലോകം 31. അഹോ ബദാത്യത്ഭുതമേഷ രക്ഷസ ബാലോ നിവർത്തിം ഗമിതോഭ്യഗാത് പുനഃ ഹിംസ്രസ്വപാവേന വിഹിംസിത കല സാധു സമത്വേന ഭയാത് വിമുച്യതേ. അഹോ ബദ അത്യദ്ഭുതം ഏഷ രക്ഷസ ബാലഃ നിവൃത്തി ഗമിതഃ അപ്യഗാത് പുനഃ ഹിംസ്രഃ സ്വപാപേന വിഹിംസിതഃ ഖലഃ സാധുഃ സമത്വേന ഭയാത് വിമുച്യതേ. അഹോ ആശ്ചര്യം തന്നെയാണ്, അതാ സന്തോഷമുണ്ട്. അത്യത്ഭുതം, അത്യാശ്ചര്യം. ഏഷഃ ബാലഃ ഈ ബാലൻ രക്ഷസിനാൽ നിവൃത്തി മരണത്തെ ഗമിതഃ പ്രാപിക്കപ്പെട്ടു. ഈ രാക്ഷസനാൽ മരണത്തെ പ്രാപിച്ചവനാണ്. പുനഃ പിന്നെയോ അഭ്യഗാത് പിന്നെതാ തിരിച്ചു വന്നിരിക്കുന്നു. ഹിംസ്രഹ പരപീഡനം ചെയ്യുന്ന സ്വഭാവമുള്ള കലഹ ദുഷ്ടൻ സ്വപാപേന തന്റെ പാപത്താൽ വിഹിംസിത വിശേഷേണ കൊല്ലപ്പെട്ടു. സാധു നല്ലവൻ സമത്വേന സമഭാവന കൊണ്ട് ഭയത്തിൽ നിന്ന് വിമുച്യതയെ മോചിപ്പിക്കപ്പെടുന്നു. അപ്പോ ഇവര് പറയാണ് ഈ തൃണാവർത്തൻ ഒരുപാട് പാപം ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അവന് ആ പാപത്തിന്റെ ഫലം കിട്ടിയത്. നല്ലവനായ ഈ കുട്ടി അല്ലെങ്കിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫലങ്ങളെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സാരം കൂടെ ഇതില് ഉണ്ട്. അഹോബദാത്യത്ഭുതമേഷ രക്ഷസ ബാലോ നിവൃത്തിം ഗമിതോഭ്യഗാത് പുനഃ ഹിംസ്രസ്വപാപേന വിഹിംസിത ഖല സാധു സമത്വേന ഭയാത് വിമുച്യതേ. ശ്ലോകം 32. കിംനാസ്തവചീർണമധോക്ഷജാർച്ചനം പൂർത്തേഷ്ടദത്തമുദഭൂത സൗഹൃദം യത്സംവരേത പുനരേവ ബാലകോ ദിഷ്ട്യാ സബന്ധുർ പ്രണയന്നുപസ്ഥിതഃ. പദച്ഛേദം. കിം നഃ തവഃ ചീർണം അധോക്ഷജ അർച്ചനം പൂർത്ത ഇഷ്ടദത്തം ഉദാ ഭൂതസൗഹൃദം യത് സംവരേതഃ പുനഃ ഏവ ബാലകഃ ദിഷ്ട്യാ സ്വബന്ധൂൻ പ്രണയൻ ഉപസ്ഥിതഃ. നഃ നമ്മളാൽ കിം തപഃ എന്ത് തപസ് ചീർണം ആചരിക്കപ്പെട്ടു. നമ്മൾ എന്ത് തപസ്സാണ് ആചരിച്ചത്? നമുക്ക് കൃഷ്ണനെ ഒരു കേടുപാടും കൂടാതെ കിട്ടി. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെയാണ്. അധോക്ഷജ അർച്ചനം വിഷ്ണു പൂജ ഇല്ലെങ്കിൽ
പൂർത്ത ഇഷ്ട ദത്തം. പൂർത്തം കുളം, ഇഷ്ട കിണർ മുതലായ കുഴിക്കുക, പഞ്ചയത്നം നടത്തുക, ദത്തം പഞ്ചയത്നം നടത്തുക, ദാനം ചെയ്യുക, ഭൂതസൗഹൃദം സർവപ്രാണികളെയും സ്നേഹിക്കുക, അതുകൊണ്ട് സമ്പരേത മരിച്ച കുട്ടി പുനഃ വീണ്ടും ദിഷ്ട്യാ ഭാഗ്യത്താൽ സ്വബന്ധുവിൻ തന്റെ ബന്ധുക്കളെ പ്രണയം സന്തോഷിപ്പിച്ചുകൊണ്ട് ഉപസ്ഥിത സമീപത്തിൽ വന്നു. അപ്പം പറയാണ്, നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മള് ആവശ്യക്കാർക്ക് കിണറൊക്കെ കുഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചയജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പഞ്ചയജ്ഞങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മയജ്ഞം ഒന്ന്, അതായത് നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുക, അതിനെ പഠിപ്പിക്കുക. പിതൃയജ്ഞം, പിതൃക്കൾക്കായി ബലികർമ്മങ്ങൾ ചെയ്യുക. പിന്നെ പുത്ര പരമ്പരകളെ ഉണ്ടാക്കുക. ദേവയജ്ഞമാണെങ്കിലോ ദേവന്മാർക്ക് വേണ്ടി ഹോമം യാഗമൊക്കെ നടത്തുക. ഭൂതയജ്ഞമാണെങ്കിലോ മറ്റുള്ള ഭൂതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക. നിർയജ്ഞമാണെങ്കിലോ അതിഥികളെ സൽക്കരിക്കുക. ഇങ്ങനെയുള്ള പഞ്ചമഹായജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ചീത്ത കാര്യങ്ങളൊന്നും വരൂല്ല. ഇവൻ പാപി ആയതുകൊണ്ടാണ് ഇവനിങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു? എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ പുറത്തു വന്നു. കിംനസ്തപശീർണം അദോക്ഷജാർച്ചനം പൂർത്തേഷ്ടദത്തം മുദഭൂത സൗഹൃദം യത്സംപരേത പുനരേവ ബാലകോ ദൃഷ്ട്യാസബന്ധൂൻ പ്രണയന്നുപസ്ഥിത. ശ്ലോകം 33. ദൃഷ്ട്യാത്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ വസുദേവ വജോ ഭൂയോ മാനയാമാസ വിസ്മിതഃ. ദൃഷ്ട്വാ അദ്ഭുതാനി ബഹുശഃ നന്ദഗോപഃ ബൃഹദ്വനെ വസുദേവ വജഃ ഭൂയഃ മാനയാമാസ വിസ്മിതഃ. അപ്പൊ നന്ദഗോപര് ബൃഹദ്വനം എന്ന പേരായ വ്രജത്തിൽ ബഹുവിധങ്ങളായ അത്ഭുതങ്ങളെ ദൃഷ്ടുവ കണ്ടിട്ട് വിസ്മിതഃ ആശ്ചര്യയുക്തനായി വസുദേവ വാക്കിനെ ഭൂയക വീണ്ടും മാനയാമാസ മാനിച്ചു. അപ്പൊ വസുദേവൻ പറഞ്ഞു, ചില ദുർനിമിത്തങ്ങളൊക്കെ ഇവിടെ കാണും, പെട്ടെന്ന് പോകാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിവിടെ ശരിയായി വന്നു. അപ്പൊ വസുദേവന്റെ വാക്കിനെ നന്ദഗോപർ അനുസ്മരിച്ചു. ശ്ലോകം 33. ദൃഷ്ട്വാത്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ വസുദേവ വജോ ഭൂയോ മാനയാമാസ വിസ്മിതഃ. അപ്പൊ അങ്ങനെ തൃണാവർത്ത വധം കഴിഞ്ഞു. അപ്പൊ തൃണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല്. അപ്പൊ നിസാരമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ സമയം കളയാതെ മനസ്സിനെ എങ്ങോട്ട് വയ്ക്കുക? ഭഗവാനിലേക്ക് തിരിക്കുക. ശക്തനായ ഭഗവാനിലേക്ക് തിരിക്കുക. നിസാരമായ കാര്യങ്ങളിലേക്ക് തിരിക്കാതെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുക. ദുർബല ചിന്തയേക്കാൾ ശക്തമായ ചിന്തകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുക. പലതും പറഞ്ഞു പകൽ കളയുന്ന നാമുതവ തിരുനാമകീർത്തനം ഇതതിനായി വരേണമിക കലിയായ കാലം ഇതതുകൊണ്ട് മോക്ഷഗതി എഴുതുന്നു കേപ്പോ ഹരിനാരായണായ നമ. അപ്പൊ പലതുമൊക്കെ പറഞ്ഞ് നമ്മൾ സമയം വെറുതെ കളയുകയാണ്. സമയം കളയാതെ എന്ത് ചെയ്യണം? ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അന്ന് ശങ്കരാചാര്യരും പറയുമല്ലോ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇങ്ങനെ നമ്മള് ഗോവിന്ദനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ തൃണാവർത്തവധം കഴിഞ്ഞു. ഇനി ഒരു ദിവസം യശോദ കണ്ണന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണൻ കോട്ടുവായിട്ടു. അപ്പോൾ ഭഗവാന്റെ വായില് ആ ലോകങ്ങളായ എല്ലാ ലോകങ്ങളും എല്ലാ നക്ഷത്ര സമൂഹങ്ങളും ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഭഗവാന്റെ വായിൽ തന്നെ ദർശിച്ചു. അതാണ് ഇനിയുള്ളത്. ശ്ലോകം 34. ഏകതാർഭകമാദായ സോങ്കാരോപ്യ ഭാമിനി പ്രസ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുത. ഏകത അർഭകം ആദായ സ്വ അംഗം ആരോപ്യ ഭാമിനി പ്രസ്നുതം പായയാമാസ
സ്തനം സ്നേഹ പരിപ്ലുത. ഏകത ഒരിക്കൽ ഭാമിനി യശോദ അർഭകം കുട്ടിയെ ആദായ എടുത്തിട്ട് സ്വാംഗം തന്റെ മടിയില് ആരോപ്യ കയറ്റി വച്ചു. പ്രസ്നുത ഒഴുകുന്നതായ സ്തനത്തെ പാലിനെ സ്നേഹപരിപ്ലുത സ്നേഹത്തോട് മുങ്ങിയവളായി പായയാമാസ കുടിപ്പിച്ചു. ഒരു ദിവസം യശോദ കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചിട്ട് മുലപ്പാൽ കൊടുക്കുകയാണ്. ഏകദാർഭകമാതായ സ്വാംഗമാരോപ്യ ഭാമിനി പ്രസ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുത. ശ്ലോകം 35. പീതപ്രായസ്യ ജനനി സാദസ്യ രുചിരസ്മിതം മുഖം ലാളയതി രാജൻ ജൃംഭതോ ദദൃശേഹിതം. പീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം മുഖം ലാളയതി രാജൻ ജൃംഭതഃ ദദൃശേ ഇദം. രാജൻ, ഹേ രാജാവേ, പരീക്ഷിത് രാജാവേ, പീതപ്രായസ്യ സാമാന്യമായി പാനം ചെയ്ത, അതായത് ആ കുറെയൊക്കെ മുലയൊക്കെ കുടിച്ചു, പാല് കുടിച്ചിട്ട് തസ്യ അവന്റെ രുചിരസ്മിതം മനോഹരമായ പുഞ്ചിരി. കുട്ടികള് പാല് കുടിച്ചു കഴിയുമ്പോൾ അമ്മയെ നോക്കി ഒന്ന് ചിരിക്കും അല്ലെ? അങ്ങനെ അതുപോലെ ആ ഉണ്ണിക്കണ്ണന് അമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. മുഖത്തെ ലാളയതി ലാളിക്കുന്ന സാ ജനനി അമ്മ എന്ത് ചെയ്തു? ആ മുഖത്തൊക്കെ തട്ടി തടവി ലാളിക്കുകയാണ്. ജർമ്പ്രത അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്നൊന്ന് കോട്ട് വായിട്ടു. അപ്പൊ ആ തുറന്ന മുഖത്തിൽ ഇതം ബാഹ്യലോകം, എല്ലാ ലോകം മുഴുവനും ദദൃശേ കണ്ടു. ഭഗവാൻ വാ തുറന്നതും യശോദ വായിലേക്ക് നോക്കിയപ്പോൾ എന്താണ്? എല്ലാ ലോകങ്ങളും 14 ലോകങ്ങളും ആ ഭഗവാന്റെ വായിൽ കണ്ടു. അതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെല്ലാം ഭഗവാന്റെ വായിൽ, സമുദ്ര നദികളെല്ലാം, മലകൾ പർവ്വതങ്ങളെല്ലാം ഭഗവാന്റെ വായിൽ കാണുകയാണ്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. പീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം മുഖം ലാളയതി രാജൻ ജൃംഭതോ ദദൃശേഹിതം. ശ്ലോകം 36. ഇനി എന്തൊക്കെ കണ്ടു എന്നുള്ളതാണ്. ഖം രോദസി ജ്യോതിർ അനീകമാശ സൂര്യേന്ദുവന്യേ ശ്വസനാംബുധീം ച ദീപാന്നകാൻസ്തദ് ദുഹിദ്രുർവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ഖം രോദസി ജ്യോതിഹി ജ്യോതിർ അനീകം ആശ. അതാണ് ജ്യോതിരനീകമാശ. ജ്യോതി അനീകം ആശ, ജ്യോതിരനീകം ആശാഹ. സൂര്യ ഇന്ദു വന്നി ശ്വസന അംബുദീൻ ച ദീപാൻ നഗാൻ തത് ദുഹിദ്രുഹു വനാനി ഭൂതാനി യാനി സ്ഥിര ജംഗമാനി. ഖം ആകാശം. എന്തൊക്കെ കണ്ടു ഭഗവാന്റെ വായിൽ യശോദ? ആകാശം കണ്ടു. രോദസി അതുപോലെ തന്നെ സ്വർഗവും ഭൂമി ആദി ലോകങ്ങൾ. ജ്യോതിരനീകം ജ്യോതിർമണ്ഡലം, നക്ഷത്ര സമൂഹം, ആശ ദിക്കുകൾ. സൂര്യ ഇന്ദു വന്നി ശ്വസനാംബുതി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രം. ഇവ ദീപാൻ ദീപങ്ങൾ, നാഗാൻ പർവ്വതങ്ങൾ, തദ് ദുഹിദ്രുഹു ദുഹിദ്രു എന്ന് വെച്ചാൽ പുത്രികൾ, പർവ്വതത്തിന്റെ പുത്രികൾ അതായത് നദികൾ, വനാനി കാടുകൾ, സ്ഥിരജംഗമാനി ഇളകാത്തവയും ഇളകുന്നവയുമായ, യാനി ഭൂതാനി ചലിക്കുന്നതും ചലിക്കാത്തതുമായ, അതായത് വൃക്ഷങ്ങളും ജന്തുക്കളും എല്ലാം. ഇതെല്ലാം ഭഗവാന്റെ ആ വായിൽ യശോദ കാണുന്നു. അപ്പോ യശോദ എന്തൊക്കെയാ കണ്ടു? ആകാശം, ഭൂമി, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ലോകങ്ങളും, അതായത് 14 ലോകങ്ങളും, നക്ഷത്ര ആദി ജ്യോതിർമണ്ഡലങ്ങൾ, ദിക്കുകൾ 10 ദിക്കുകൾ, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, വന്യമണ്ഡലം, വായുമണ്ഡലം, സമുദ്രം, ദ്വീപുകൾ, നദികൾ, പർവ്വതങ്ങൾ, കാടുകൾ, പിന്നെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ ജന്തുക്കൾ, ഇവയെല്ലാം സകല ഭൂതങ്ങളെയും കുട്ടിയുടെ വായിൽ യശോദ കണ്ടു. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഖം രോദസി ജ്യോതിരനീകമാശ സൂര്യേന്ദുവന്നി ശ്വസനാംബുദീശ്ച ദീപാന്നകാൻസ്തദ് ദുഹിദുർവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ശ്ലോകം 37.
സാ വീക്ഷ വിശ്വം സഹസാര രാജൻ സഞ്ജാതവേപതുഃ സമ്മീല്യ മൃഗശാഭാക്ഷി നേത്രയാസി സുവിസ്മിത. സാ വീക്ഷ വിശ്വം സഹസാ രാജൻ സഞ്ജാതവേപതുഃ സമ്മീല്യ മൃഗശാഭാക്ഷി നേത്രേ ആസീത് സുവിസ്മിത. അല്ലയോ രാജാവേ, രാജൻ മൃഗശാഭാക്ഷി, അതായത് സുന്ദരി എന്നുള്ള അർത്ഥമാണ്. മാൻകുട്ടിയുടെ കണ്ണുപോലെ മനോഹരമായ കണ്ണുകളുള്ള അവൾ, ആ യശോദ, സഹസ പെട്ടെന്ന് വിശ്വം ലോകത്തെ വീക്ഷ്യ കണ്ടിട്ട് അഞ്ജത സഞ്ജാത വേപതു ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഈ കുഞ്ഞുകുട്ടിയുടെ വാക്യകത്ത് ഈ ലോകങ്ങളോ? ആ യശോദ പേടിച്ചുപോയി. സുവിസ്മിത അത്യന്ത ആശ്ചര്യത്തോടുകൂടി നേത്രെ കണ്ണുകളെ എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കണ്ണുകളെ സമ്മീല് നന്നായി അടച്ചിട്ടിരുന്നു. ഇതെല്ലാം കണ്ടപ്പോ യശോദ പേടിച്ച് കണ്ണുകളെ അങ്ങ് അടച്ചു. സാ വീക്ഷ വിശ്വം സഹസാ രാജൻ സഞ്ജാത വേപതുഃ സമ്മീല്യ മൃഗശാഭാക്ഷി നേത്രയാസി സുവിസ്മിതാഹ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഗുരുവായൂരൊക്കെ പോവുകയാണ്. ക്യൂല് നിന്ന് ഇങ്ങനെ പോകും. ആ മുമ്പോട്ട് പോട്ടെ പോട്ടെ എന്ന് പറയും. നമ്മൾ പോയി ആ ഭഗവാന്റെ മുമ്പ് എത്തുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കൈ കൂപ്പിയിട്ട് കണ്ണിനെ അങ്ങ് അടയ്ക്കും. അപ്പോഴുണ്ട് അടുത്ത ആളുകളെ പിറകെ നിന്ന് തള്ളിവിടും, അല്ലേ? കണ്ണ് തുറക്കുമ്പോൾ ആ ഭഗവാന്റെ മുമ്പേ നിന്ന് പോയി കഴിയും. ഭഗവാന്റെ മുമ്പേ എത്തുമ്പോൾ കണ്ണ് തുറക്കാൻ നമ്മളും വിട്ടുപോകും. അതുപോലെയാണ് യശോദ. ഇത് കണ്ടതും കണ്ണിനെ അങ്ങ് അടച്ചു. അപ്പൊ നമ്മളും ഇതുപോലെ ഭഗവാനെ കാണുമ്പോൾ കണ്ണടയ്ക്കരുത്, ഭഗവാനെ തുറന്നു നോക്കണം. പ്രത്യേകിച്ച് ഗുരുവായൂർ പോകുമ്പോൾ, അല്ലേ? നമ്മളെ തള്ളി വിടും, മുമ്പോട്ടെ എന്ന് പറഞ്ഞു വിടും. കണ്ണടച്ച് തീരുമ്പേ നമ്മളെ തള്ളി മാറ്റും അവിടുന്ന്. അപ്പൊ എന്താണ് ഈ വിശ്വരൂപ ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അപ്പൊ വായാണ് തുറന്നത്. വായ എന്ന് വെച്ചാൽ മുഖം. ആ മുഖം വേദത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അറിവിന്റെ പ്രതീകമാണ്. അപ്പൊ അറിവിന്റെ പ്രതീകമായ, അല്ലെങ്കിൽ വേദത്തിന്റെ പ്രതീകമായ ആ മുഖത്തിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, അതായത് അറിവിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട്, ഭഗവാനുണ്ട്. ആ ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ വന്നിരിക്കുന്നത് എന്നുള്ള തത്വമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണ പ്രകരണേ ശകട ഭംഗദാദി നിരൂപണ നാമ സപ്തമോധ്യായ സമ്പൂർണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.